സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. നിങ്ങളിപ്പോൾ കാണുന്ന ചിത്രം ധനേഷ് ശ്രീധർ എന്ന സർക്കാർ ജീവനക്കാരൻ്റെതാണ്. ദേശീയ പണിമുടക്ക് നടന്ന ദിവസം കോഴിക്കോട് മുക്കത്ത് AEO ഓഫീസിലേക്ക് എത്തിയ സമരക്കാരും ധനേഷും തമ്മിലുള്ള തർക്കത്തിന്റെ വീഡിയോ വലിയ വൈറലായിരുന്നു. കനലല്ലട ഇത് തീ, CITക്കാരെ വിറപ്പിച്ച മിടുക്കൻ, രോമാഞ്ചിഫിക്കേഷൻ, ഇത്രയും പേര് വന്നിട്ടും ഒറ്റയ്ക്ക് നേരിടുന്ന ഇവനാണ് എൻ്റെ ഹീറോ, ഇവൻ ആണൊരുത്തൻ എന്നൊക്കെയുള്ള വിശേഷണങ്ങളും ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ധനേഷിന് കിട്ടി. വലിയ രീതിയിലുള്ള കയ്യടികളോടെയാണ് സോഷ്യൽ മീഡിയ ധനേഷിന്റെ പ്രവൃത്തിയെ എതിരേറ്റത്. പിൻവാതിൽ നിയമനത്തിലൂടെ അല്ല ജോലി കിട്ടിയത് എന്നത് അടക്കമുള്ള കമന്റുകളും വന്നു. അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തോടെ ഇരിക്കാൻ പറ്റുന്നത് എന്നത് അടക്കമുള്ള കമന്റുകളും വന്നു. എന്നാൽ സമരക്കാരെ എതിർത്ത ധനേഷിന് കിട്ടിയ ജോലി തന്നെ ഒരു വലിയ സമരത്തിന്റെ ബാക്കി പത്രമാണെന്ന് അനൂപ് NA എന്ന യുവാവ് പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നു. അനൂപിന്റെ കുറിപ്പിൽ പറയുന്നത് ഞാൻ വായിക്കാം. മാധ്യമങ്ങളുടെ ഹീറോയും അരാഷ്ട്രീയ പേജുകളുടെ സിംബലുമായി മാറിയ ഇദ്ദേഹത്തിന്, അതായത് ധനേഷിന്, ജോലി കിട്ടിയത് എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ സമരവിരോധികൾ ഓടി രക്ഷപ്പെടും. ഒരു വലിയ സമരത്തിന്റെ ബാക്കി പത്രമാണ് ഇദ്ദേഹത്തിന്റെ ജോലി. സ്പോർട്സ് കോട്ടയിൽ ജോലി ലഭിച്ച ആളാണ് ഇദ്ദേഹത്തിന് അതിന് അർഹതയുണ്ട് താനും. സ്പോർട്സ് കോട്ടയിലെ നിയമനങ്ങൾ നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് 2011-2016 കാലഘട്ടത്തിൽ രൂക്ഷമായ സമരങ്ങൾ കേരളം കണ്ടിട്ടുണ്ട്. എല്ലാ യുവജന സംഘടനകളും ആ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി 2016 പുതിയ സർക്കാർ വന്നതിന് ശേഷം 249 സ്പോർട്സ് കോട്ട നിയമനങ്ങൾ നടന്നു. അതിൽ ഒരാളാണ് ഇദ്ദേഹം. അതായത് ഒരു സമരത്തിന്റെ റിസൾട്ടാണ് ഇദ്ദേഹത്തിന്റെ ജോലി. കസേരയിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ വന്ന വഴി മറക്കുന്നവർ ആണല്ലോ മഹാഭൂരിപക്ഷവും എന്നാണ് അനൂപ് NA ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ധനേഷിനെ വിമർശിക്കുന്നത്. മാത്രമല്ല, ധനേഷ് ആദ്യ പിണറായി സർക്കാരിലെ സ്പോർട്സ് മന്ത്രിയായിരുന്ന EP ജയരാജനിൽ നിന്ന് നിയമന ഉത്തരവ് വാങ്ങുന്നതിന്റെ ചിത്രം സഹിതമാണ് അനൂപ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതായത് പത്രങ്ങളിൽ വരുന്ന ഫോട്ടോകളുടെയും ചാനലുകളിലും സോഷ്യൽ മീഡിയകളിലും വരുന്ന ദൃശ്യങ്ങളുടെയും ഇൻഫ്ലുവൻസിൽ സൃഷ്ടിക്കപ്പെടുന്ന അരാഷ്ട്രീയവാദം കാരണം നമ്മൾ മലയാളികളും എല്ലാ അവകാശ സമരങ്ങളെയും ഇന്ന് തള്ളിപ്പറയുകയാണ്. കാരണം സമരങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിന് ബുദ്ധിമുട്ടാണ്, സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ബുദ്ധിമുട്ടാണ്, ജോലി ചെയ്യാനുള്ള അവകാശത്തിന് എതിരാണ്. ഇതൊക്കെയാണ് വാദങ്ങൾ. എന്നാൽ ഈ വ്യക്തി സ്വാതന്ത്ര്യങ്ങളും സഞ്ചാര സ്വാതന്ത്ര്യവും ജോലിക്ക് കൂലി കിട്ടാനുള്ള അവകാശങ്ങളും എല്ലാം പൂർവികർ നേടിയെടുത്തത് ജീവൻ കൊടുത്തുള്ള അവകാശ സമര പോരാട്ടങ്ങളിലൂടെയായിരുന്നു എന്നത് എന്തുകൊണ്ട് നമ്മൾ മനഃപൂർവ്വം മറന്നുപോകുന്നു, അല്ലെങ്കിൽ ഓർക്കുന്നില്ല? എല്ലാ സമരങ്ങളൊന്നും വെറുതെ ആകില്ല എന്ന് തന്നെയല്ലേ നേരത്തെ സൂചിപ്പിച്ച അനൂപിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓരോ സമരത്തിനും അതിൻ്റെതായ ഫലമുണ്ട്. ഒരു കാര്യവുമില്ലാതെ ആരെങ്കിലും സമരം ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യം വന്നാൽ ഇല്ല എന്നാണ് അതിൻ്റെ ഉത്തരം. സത്യത്തിൽ തൊഴിലാളികൾ എന്തിനാണ് രാജ്യവ്യാപകമായി പണിമുടക്ക് നടത്തിയത്? എന്തൊക്കെയായിരുന്നു അവരുടെ ആവശ്യങ്ങൾ? അവർ മുന്നോട്ട് വെച്ച ഏതെങ്കിലും ആവശ്യം നമ്മളെ ബാധിക്കുമോ? കേന്ദ്ര സർവീസിലും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലുമായി 60 ലക്ഷം തസ്തികകൾ ഒഴിഞ്ഞിടക്കുകയാണ്. അവിടേക്ക് കരാർ കാഷ്വൽ നിയമനങ്ങൾ മാത്രമാണ് നടത്തുന്നത്. മാത്രമല്ല, നമ്മുടെ സേനയിൽ പോലും നടത്തുന്നത് കരാർ നിയമനങ്ങളാണ്. ഇങ്ങനെ ഈ രാജ്യത്തെ തൊഴിൽ അന്വേഷകരായ ചെറുപ്പക്കാരെ വഞ്ചിക്കുന്ന കേന്ദ്രത്തിലെ BJP സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ കൂടിയാണ് രാജ്യവ്യാപകമായി തൊഴിലാളികൾ പണിമുടക്കിയത്. അതായത് ധനേഷിനെ പോലുള്ള ചെറുപ്പക്കാർക്ക് ജോലി കിട്ടുക എന്നത് കൂടിയായിരുന്നു സമരത്തിന്റെ ലക്ഷ്യങ്ങളിലൊന്ന് എന്നാണ് അതിന്റെ അർത്ഥം. രാജ്യത്തെ 10 തൊഴിലാളി സംഘടനകൾ ചേർന്നാണ് ദേശീയ പണിമുടക്ക് നടത്തിയത്. പാർലമെന്റ് പാസാക്കിയ 4 പുതിയ തൊഴിൽ നിയമങ്ങൾ, ശ്രദ്ധിക്കണം, ഈ നിയമങ്ങളിലൂടെ അനധികൃതമായി ജോലി സമയം കൂട്ടുകയും തൊഴിൽ നിയമം ലംഘിക്കുകയും ചെയ്യുന്ന തൊഴിലുടമയ്ക്ക് പിഴയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അതാണ് ഈ നിയമം കൊണ്ടുചെന്ന് എത്തിക്കുന്നത് രാജ്യത്തെ. അതായത് നാളെ നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി സമയം കൂട്ടിയാലും വേതനം തന്നില്ല എങ്കിലും മുതലാളിയെ നിങ്ങൾക്ക് നിയമപരമായി പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിനു പുറമെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം, ജോലികൾക്ക് പുറം കരാർ കൊടുക്കുന്നത്, കരാർ തൊഴിലാളികളെ നിയമിക്കുന്നത് അടക്കമുള്ള വിഷയങ്ങളും ഉയർത്തിക്കാട്ടിയാണ് തൊഴിലാളികൾ അല്ലെങ്കിൽ തൊഴിലാളി സംഘടനകൾ പണിമുടക്കിയത്. അതായത് കൃത്യമായി പറഞ്ഞാൽ പൊതുസമൂഹത്തെ തന്നെ ബാധിക്കുന്ന വിഷയങ്ങളിലാണ് പണിമുടക്ക് നടത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പണിമുടക്ക് കേരളത്തിൽ മാത്രം പൂർണ്ണം, ബാക്കിയുള്ളിടത്ത് ജനജീവിതം സാധാരണ നിലയിൽ. ഈ വാർത്ത മിക്കപ്പോഴും പണിമുടക്ക് നാളുകളിൽ നമ്മൾ കേൾക്കുന്നതാണ്. എങ്കിൽ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്താം. സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള ദിവസവേതനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് എല്ലാ വർഷവും റിസർവ് ബാങ്ക് പുറത്തുവിടാറുണ്ട്. RBI റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ തൊഴിലാളികളുടെ ഒരു ദിവസത്തെ കൂലി, ആ കൂലി കിട്ടാൻ ഗുജറാത്തിൽ 3 ദിവസം ജോലി ചെയ്യണം. കർഷക തൊഴിലാളികൾക്ക് കേരളത്തിൽ 807 രൂപയാണ് അടിസ്ഥാന കൂലിയെങ്കിൽ ഗുജറാത്തിൽ അത് 256 രൂപയാണ്. നിർമ്മാണ തൊഴിലാളിക്ക് കേരളത്തിൽ 894 രൂപയാണ് എങ്കിൽ
ഭൂരിഭാഗം ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും അത് 300 രൂപയ്ക്ക് താഴെയാണ്. അതായത് സമരം ചെയ്തും കൊടി പിടിച്ചും മുദ്രാവാക്യം വിളിച്ചും പോലീസിന്റെ അടി വാങ്ങിയും ഒക്കെ തന്നെയാണ് നമ്മൾ ഉൾപ്പെടുന്ന തൊഴിലാളികൾ ഇതൊക്കെ നേടിയെടുത്തത്. അവകാശ സമരങ്ങൾ വിജയിച്ച നാട്ടിൽ തൊഴിലാളികൾ ഉൾപ്പെടുന്ന സാധാരണക്കാരുടെ ജീവിതവും മെച്ചപ്പെട്ടതായിരിക്കും. അവകാശ സമരങ്ങളെക്കുറിച്ച് ബോധമില്ലാത്ത നാട്ടിൽ അവരുടെ ജീവിതം ദുരിതപൂർണവുമായിരിക്കും. ഈ സമരങ്ങൾ കൊണ്ടൊന്നും അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നവരോട് ചില കണക്കുകൾ കൂടി സൂചിപ്പിക്കാം. രാജ്യത്ത് സമീപകാലത്ത് നടന്ന ചില സമരങ്ങൾ നമുക്ക് പരിശോധിക്കണം. സെപ്റ്റംബർ 2, 2016 ദേശീയ പണിമുടക്ക് നടന്നു. ഏകദേശം 180 ദശലക്ഷം തൊഴിലാളികൾ പങ്കെടുത്തുവെന്നാണ് കണക്ക്. അന്തർദേശീയ തലത്തിൽ പോലും ഈ പണിമുടക്ക് ശ്രദ്ധിക്കപ്പെട്ടു. മാസത്തെ മിനിമം വേതനം, അതായത് മാസ വേതനം 18,000 രൂപയാക്കണം. എല്ലാ തൊഴിലാളികൾക്കും സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കണം. സർക്കാർ നടപ്പാക്കിയ തൊഴിലാളി വിരുദ്ധ നിയമ ഭേദഗതികൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലാളികൾ സമരവുമായി മുന്നോട്ട് വന്നത്. തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ സർക്കാരിനുള്ള താക്കീതായി ഈ സമരം മാറി എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്നിട്ടും സർക്കാർ അനുകൂല നടപടി എടുത്തില്ല. തുടർന്ന് 2019 ജനുവരി 8, 9 തീയതികളിൽ സമരം നടത്തി. അപ്പോഴും സർക്കാരിന്റെ നിലപാട് അനുകൂലമായിരുന്നില്ല. തുടർന്ന് 2020 നവംബർ 26 കർഷകരുമായി ചേർന്ന് തൊഴിലാളികൾ സമരം നടത്തി. ഏകദേശം 250 ദശലക്ഷം തൊഴിലാളികളും കർഷകരും ഈ സമരത്തിൽ പങ്കെടുത്തുവെന്നാണ് കണക്ക്. അതിനെ തുടർന്ന് 2021 കർഷക നിയമങ്ങൾ പിൻവലിക്കാൻ സർക്കാർ നിർബന്ധിതരായി. അപ്പോഴും തൊഴിലാളികളുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടിട്ടില്ല. അതിനായി അവർ വീണ്ടും സമരങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. വിജയം കാണും വരെ സമരം എന്നാണല്ലോ തൊഴിലാളി മുദ്രാവാക്യം തന്നെ. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ സമരമാണ് നമ്മൾ 9-ാം തീയതി കണ്ടത്. പിന്നെ ഈ സമരം കേരളത്തിൽ മാത്രമല്ല വിജയമായത്. അങ്ങനെയുള്ള നറേറ്റീവും ശരിയല്ല. ഗുജറാത്ത്, കർണാടക, പശ്ചിമ ബംഗാൾ, ഒഡീഷ, ജാർഖണ്ഡ്, തമിഴ്നാട്, ബീഹാർ തുടങ്ങിയ ഇടങ്ങളിലെല്ലാം സമരം ശക്തമായിരുന്നു. അത് പല രീതിയിലായിരുന്നു ശക്തം. അവിടെ ചിലപ്പോൾ വാഹന ഗതാഗതം തടഞ്ഞു കാണില്ല സമരക്കാർ. ഇന്ത്യയിൽ മാത്രമല്ല പണിമുടക്കുകൾ നടക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യവും നമ്മൾ മനസ്സിലാക്കണം. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലാളികൾ പണിമുടക്കുന്നുണ്ട്, റോഡ് തടയുന്നുണ്ട്. അങ്ങനെയുള്ള പല സമര രൂപങ്ങളും തൊഴിലാളികൾ പുറത്തെടുക്കുന്നുണ്ട്. ടെസ്ലയിലും ആമസോണിലും ഹോളിവുഡിലും തൊഴിലാളികൾ പണിമുടക്കിയിട്ടുണ്ട്. ഇറ്റലിയിലെ എയർപോർട്ട് ജീവനക്കാരും പണിമുടക്കിയ ചരിത്രമുണ്ട്. വിലക്കയറ്റം തടയണമെന്നും ന്യായമായ ശമ്പളവും ജോലി സുരക്ഷയും ഒക്കെ ആവശ്യപ്പെട്ട് തന്നെയാണ് ഈ പണിമുടക്കുകളെല്ലാം നടന്നത്. ഈ സമരങ്ങളുടെ ഭാഗമായി അധികാരവർഗത്തിനും പല ജനവിഭാഗത്തിനും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പൊതു ആവശ്യത്തിന് വേണ്ടി സമരം നടത്തുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ദേശീയ പണിമുടക്കുകൾ മിക്കപ്പോഴും മാസങ്ങൾക്ക് മുന്നേ പ്രഖ്യാപിച്ച് നടത്തുന്നവയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കുകയല്ലേ വേണ്ടത്. കാരണം ഒരു ദിവസത്തെ കാര്യമാണ്, 1-2 ദിവസത്തെ കാര്യമാണ്. കാരണം തൊഴിലാളികൾ നടത്തുന്നത് ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള സമരമാണ്, നമുക്ക് കൂടി വേണ്ടിയുള്ള സമരമാണ് എന്ന് എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല? പണ്ട് സ്വാതന്ത്ര്യ സമരകാലത്തും പിന്നീട് ഇന്ത്യയിൽ നടന്നിട്ടുള്ള അസംഖ്യം സമരങ്ങളുടെ കാലത്തും ആർക്കെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ സമരങ്ങളുടെ ഒക്കെ ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യ. ആ ഇന്ത്യ എന്ന വികാരത്തെയും സംസ്കാരത്തെയും തച്ചുടയ്ക്കാൻ വേണ്ടി തന്നെയാണ് അരാഷ്ട്രീയവാദം നിങ്ങളിലേക്ക് പലരും പല രൂപത്തിൽ കുത്തിവെക്കുന്നത്. പലരും അറിയാതെ, നമ്മൾ അറിയാതെ തന്നെ സമരവിരുദ്ധരായി മാറിപ്പോകുന്നുണ്ട്. അതിൻ്റെ ഗുണഫലം അനുഭവിക്കുക രാജ്യത്തെ ഫാസിസ്റ്റ് വർഗീയ ശക്തികളാണെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകുന്നുണ്ട്. അവകാശ പോരാട്ടങ്ങളും സമരങ്ങളും ഇല്ലാത്ത കാലമാണ് അവർ സ്വപ്നം കാണുന്നത്. അങ്ങനെ വരുമ്പോൾ സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കാത്ത തലമുറകൾ സൃഷ്ടിക്കപ്പെടും. അതിലൂടെ അവരുടെ വർഗീയ അജണ്ടകൾ പെട്ടെന്ന് വളർന്ന് പന്തലിക്കും. ഇതാണ് അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ കൂടി ഒരു പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ് ഈ അരാഷ്ട്രീയവാദം പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഗുണം. അത് നമ്മൾ മനസ്സിലാക്കുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ അപ്ഡേറ്റുകൾക്കായി കമൻറ്റ് ബോക്സിലുള്ള വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.